ഹലോ ഗായ്സ്, ഞങ്ങൾ അങ്ങനെ യാത്ര ചെയ്ത് പോണ്ടിച്ചേരി എത്തി. പോണ്ടിച്ചേരിയിലെ ക്രാഫ്റ്റ് ബസാറിലാണ് ഞങ്ങൾ ആദ്യം കയറിയത്. ഒരുപാട് കുറേ ക്രാഫ്റ്റ് ഐറ്റംസ് അവിടെ ഉണ്ട്. ഇങ്ങനെ കയറുമ്പോൾ നമുക്ക് അവിടെ ഒന്നും ഇല്ലെന്നാണ് ഫീൽ ചെയ്യുള്ളൂ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ അവിടെ കുറേ കക്കകൾ, മുത്തുകൾ, കല്ലും വെച്ചുണ്ടാക്കിയ കുറേ സാധനങ്ങളുണ്ട്. മാലകൾ, ബ്രേസ്ലെറ്റുകൾ, കമ്മലുകൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. കൂടാതെ തന്നെ ഫോട്ടോ ഫ്രെയിംസ്, ഹാൻഡ് മെയ്ഡ് ബാഗ്സ്, അങ്ങനെ കുറേ ഉണ്ട്. കർട്ടനുകൾ, ഹോം ഡെക്കോർ ഐറ്റംസ്. മേടിച്ച് കഴിഞ്ഞാൽ പൈസ ഒരിക്കലും നഷ്ടമാവില്ല എന്നുള്ള പോലത്തെ കുറേ ഹോം ഡെക്കോർ ഐറ്റംസ്, മുളക് കൊണ്ടുള്ള ഹോം ഡെക്കോർ ഐറ്റംസ്, ഒരുപാട് സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. ഞങ്ങൾ ചെന്ന ഒരു ഉച്ച സമയത്താണ്, അതുകൊണ്ട് അങ്ങനെ കുറേ തിരക്കുണ്ടായിരുന്നില്ല. അതിനോട് ചേർന്ന് തന്നെ ഒരു കുഞ്ഞ് എക്സിബിഷൻ സെൻറ്റർ ഉണ്ടായിരുന്നു. അവിടെയുണ്ട് ഒരുപാട് ഐറ്റംസ്. ക്രാഫ്റ്റ് ബസാറിൽ കിട്ടാത്ത ഒരുപാട് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങിയ റോക്ക് ബീച്ച് സൈഡിലായിരുന്നു. മഹാത്മാഗാന്ധിൻ്റെ ഒരു വലിയ പ്രതിമ ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അതിൻ്റെ റിനോവേഷൻ വർക്ക്സ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ടായിരുന്നു. എന്നാലും കാണാനുള്ള ഇഷ്ടത്തിൻ്റെ പുറത്ത് ഞാൻ അങ്ങോട്ട് നടന്നു. നല്ല കാറ്റും ഉണ്ടായിരുന്നു. തിരക്ക് കുറവായതുകൊണ്ട് മുഴുവൻ നടന്ന് കാണാൻ പറ്റി. പോണ്ടിച്ചേരി പോയ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ. ഞങ്ങളങ്ങനെ കുറേ നേരം കാറ്റൊക്കെ കൊണ്ട് ഞങ്ങൾ അവിടെ നടന്നു. ഒരു 2 or 3 hours മാത്രമേ ഞങ്ങൾ പോണ്ടിച്ചേരി സ്പെൻഡ് ചെയ്തുള്ളൂ. റോക്ക് ബീച്ചിൻ്റെ സൈഡിലുള്ള സ്ഥലത്തൊക്കെ ഞങ്ങൾ കുറേ നടന്ന് കണ്ടു. ഫുഡ് കഴിക്കാനൊന്നും പ്രത്യേകം ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങാറായപ്പോൾ ആൾക്കാർ വന്ന് തുടങ്ങിയുള്ളൂ. കുറച്ച് നേരം അവിടുത്തെ റോഡിലേക്ക് കൂടെയൊക്കെ ഞങ്ങൾ വെറുതെ നടന്നു. രസമുള്ള സ്ഥലം തന്നെയാണ് പോണ്ടിച്ചേരി. ഒരു ദിവസം സ്റ്റേ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പിന്നെ ഒരു നെക്സ്റ്റ് ടൈം ആവട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നു. അങ്ങനെ ഏകദേശം 3 മണിക്കൂർ പോണ്ടിച്ചേരി സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് ചെന്നൈയിലേക്ക് പോകുന്നതാണ് ഗായ്സ്. ഓക്കെ, ബൈ, ടാറ്റാ. എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഗായ്സ്. ബൈ.